മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരുന്നു. നോമിനേഷനിടയ്ക്ക് ശൈത്യയും ജിസേലും തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞ് അനുമോൾ, ശൈത്യ, ആദില, നൂറ ഇവരെല്ലാം കൂട്ടം ചേർന്ന് പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. ശൈത്യയും ജിസയിലും ഫൈറ്റ് ചെയ്തത് രേണുവിൻ്റെ പേരിലായിരുന്നു. കാരണം രേണുവിൻ്റെ ഫുഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരു റീസൺ കാരണമാണ്. എന്നാൽ രേണുവിന് ജിസേൽ ഫുഡ് കൊടുത്തെന്ന് രേണു സമ്മതിക്കുകയും ചെയ്തു. അപ്പം എന്തായാലും എല്ലാവരുടെയും മുമ്പിൽ ഇവർ പറഞ്ഞത് കള്ളമായല്ലോ. അതുകൊണ്ട് തന്നെ ശൈത്യ ഇപ്പോൾ പറയുന്നുണ്ട്, നമ്മളിനി രേണു ചേച്ചിക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കണ്ട, പുള്ളിക്കാരിക്ക് വേണ്ടി തന്നെ സംസാരിക്കട്ടെ. ആരോടെങ്കിലും ചോദിക്കുകയോ വാങ്ങിക്കുകയോ കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്കിനി രേണു ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. ആദ്യം അനുമോളും ജിസയിലും തമ്മിലായിരുന്നു ഫൈറ്റ്. ഇവർക്കിടയിലായിരുന്നു ഒരു കോമ്പറ്റീഷൻ. എന്നാൽ ഇപ്പോൾ അതൊരു ഗ്രൂപ്പായിരിക്കുകയാണ്. അതായത് ഇവർ 4 പേരും ഒരുമിച്ച് ഇനി ജിസേലിനെ നേരിടാൻ പോവുകയാണ്. ആദില പറയുന്നുണ്ട്, ഇനി ജിസേലിനെ അടിക്കാനുള്ള ഒരു വടിയും ഞാൻ പാഴാക്കില്ല, എന്ത് കിട്ടിയാലും ഞാൻ അതിൽ കയറി പിടിക്കുമെന്ന് ആദില പറയുന്നുണ്ട്. അവരെല്ലാവരും അതിന് എസ്സും പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ജയിൽ നോമിനേഷൻ്റെ ടൈമിൽ കണ്ടതാണ്, ജിസേൽ പറഞ്ഞതിൽ ഇവർ ടിഗറായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംസാരം നടക്കുന്നതും. അതിനിടയിൽ അനുമോള് പൊട്ടിക്കരയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സൗണ്ട് ഒന്ന് കേൾക്കണം, ഒരു 2 സെക്കൻഡ് മതി, എന്നെ ഒന്ന് മോളേന്ന് വിളിച്ചാൽ മതി, എനിക്ക് തിരിച്ച് സംസാരിക്കേണ്ട, അവരുടെ സംസാരം അല്ലെങ്കിൽ ആ സൗണ്ട് ഒന്ന് കേട്ടാൽ മതി എന്നും പറഞ്ഞ് അനു കരയുന്നുണ്ട്. പിന്നെ അനു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായി മൈക്ക് മാറ്റി വെച്ച് എന്തോ പറയുന്നുണ്ട്. അത് ജിസേലിനെ കുറിച്ചാണോ എന്നൊരു സംശയമുണ്ട്. കാരണം മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലൈവിലൂടെ അത് വ്യക്തമല്ല. ബിഗ് ബോസ് അപ്പോൾ തന്നെ വാൺ ചെയ്യുന്നുണ്ട്, അനുമോൾ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. അനുമോൾ എന്തായാലും ഇപ്പോൾ ഇമോഷണലി വളരെ വീക്കാണ്. അനുമോൾക്ക് അനുമോളുടെ ഫാമിലിയുമായിട്ടൊന്ന് സംസാരിക്കണമെന്നുള്ള ഒരു ആവശ്യം അനുമോൾ 2-3 ദിവസമായി പറയുന്നു. കൂടാതെ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിലും അനുമോൾക്ക് നല്ല ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട്. അനുമോളെ ഒറ്റപ്പെടുത്തുകയാണെന്നാണ് അനുമോൾ പറയുന്നത്. അനുമോൾ പറയുന്നുണ്ട്, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ കിച്ചണിലിരുന്ന് എല്ലാവർക്കും നല്ലതുപോലെയല്ലേ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്, എനിക്ക് വയ്യ, എന്താടി എല്ലാവരും ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ശൈത്യ പറയുന്നത്, അവരെല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്യാൻ മെയിൻ റീസൺ നീ ഒരു സ്ട്രോങ് പ്ലെയറാണ്, അതുകൊണ്ടാണ് അവർ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. സ്ട്രോങ് പ്ലെയറിനെ എവിക്റ്റ് ചെയ്ത് കളയാനല്ലേ അവർ ശ്രമിക്കുകയുള്ളൂ, നീ അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആകണമെന്നൊക്കെ ശൈത്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുമോൾക്ക്. അനുമോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വരം ഒന്ന് കേട്ടാൽ അനുമോൾ ചിലപ്പോൾ മെൻ്റലി സ്ട്രോങ് ആകുമായിരിക്കും. പക്ഷേ ഇതൊരു ബിഗ് ബോസ് ഹൗസാണ്, ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതെല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് ബിഗ് ബോസ് സൈഡിൽ നിന്നും എന്താണ് റിപ്ലൈ എന്ന് നമുക്കറിയില്ല. പിന്നെ അനുമോൾക്ക് കുറച്ച് ഈഗോ ഇഷ്യൂസുമുണ്ട്. കാരണം ജിസേൽ കിച്ചണിൽ കയറി ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും എല്ലാവരും ജിസേലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എത്ര കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ പോലും അനുമോൾക്ക് ആ ഒരു അംഗീകാരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ആ ഒരു കാര്യത്തിലും നല്ല സങ്കടമുണ്ട്. കാരണം ഫുഡിൻ്റെയും കുക്കിങ്ങിൻ്റെയും കാര്യം അനുമോൾ ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരുമ്പോൾ വിളിച്ചു പറയാറുണ്ട്, ഇതുപോലെ ഞാൻ എല്ലാവർക്കും ഫുഡ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് കഴിക്കുന്നതെന്നൊക്കെ. എന്തായാലും അനുമോളുടെ ആ സങ്കടവും കരച്ചിലും കണ്ട് നൂറ കൺഫെഷൻ റൂമിലേക്ക് അനുമോളെ വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് ഇതുവരെ അനുവിനെ വിളിച്ചിട്ടില്ല. ഓൾറെഡി ഇതുപോലെ ഡൗൺ ആയിരുന്ന സമയത്ത് അനുമോളെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലും അനുമോൾ ഇതേ ആവശ്യം പറഞ്ഞിരുന്നു, അമ്മയുടെയും അച്ഛൻ്റെയും സ്വരം കേൾക്കണമെന്ന്. അന്നേ ബിഗ് ബോസ് പറഞ്ഞതാണ്, ഇവിടെ ഒരു നിയമമുണ്ട്, എല്ലാവർക്കും അത് ബാധകമാണ് എന്നൊക്കെ. ഇനി ഇത്രയും ഡൗൺ ആയ സ്ഥിതിക്ക് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.